അർബുദ രോഗത്തെ അതിജീവിച്ച സഹോദരങ്ങൾക്കൊപ്പം പരിപാലന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് അരൂരിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ലോക ക്യാൻസർ ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ സംഗമം കേരള ഹൈക്കോടതി ജസ്റ്റിസ് PM മനോജ് നിർവഹിച്ചു. പരിപാലന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് സേവ്യർ പോത്തമ്പള്ളിയുടെ അധ്യക്ഷതയിലാണ് അരൂരിൽ ക്യാൻസർ ദിനാചരണം സംഘടിപ്പിച്ചത്. ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ CN മോഹനൻ നായർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ആ റിപ്പോർട്ട് അദ്ദേഹത്തിന് ലാബിൽ നിന്ന് കൊടുക്കുകയും ചെയ്തു. ചില രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടതാണ് ഞാൻ ആശുപത്രിയുടെ പേരോ രോഗിയുടെ പേരോ ഞാൻ പറയുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വീട്ടിൽ നിന്നൊരു ഫോൺ ഉണ്ടായി. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. കൂടാതെ എന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു സംഗതി, അദ്ദേഹത്തിൻ്റെ പാൻസിനകത്ത് ആ ബയോപ്സി റിപ്പോർട്ടിൻ്റെ കോപ്പിയും ഉണ്ടായി. എന്നോടും പറയാതെ ആരോടും പറയാതെ അദ്ദേഹം മരിക്കുകയായിരുന്നു ചെയ്തത്. ആ ബയോപ്സി റിപ്പോർട്ട് ഞാൻ വീട് സന്ദർശിക്കുകയും ബയോപ്സി റിപ്പോർട്ട് കാണുകയും മറ്റും ചെയ്തപ്പോൾ അങ്ങേയറ്റം നിരാശാബോധവും കുറ്റബോധവും എനിക്ക് തോന്നി എന്ന് പറയുന്നതിൽ ഞാനത് സമ്മതിക്കുകയാണ്. കാരണം വളരെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന, വളരെ നേരത്തെ നല്ല ചികിത്സ കൊടുത്താൽ നിങ്ങളെപ്പോലെ എല്ലാം ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു രോഗത്തിൻ്റെ ആളായിരുന്നു അദ്ദേഹം. അറിവില്ലായ്മ കൊണ്ട് ക്യാൻസർ എന്നുള്ള വേട് കണ്ടിട്ട് പെട്ടെന്നുണ്ടായ ഒരു ആത്മഹത്യ നമ്മൾ ഈ സമൂഹം, കൂടാതെ വൈദ്യ സമൂഹവും വളരെ തലകുനിച്ചു നിൽക്കേണ്ട ഒരവസ്ഥയാണ്. അർബുദ രോഗത്തെ അതിജീവിച്ച സഹോദരങ്ങൾക്കൊപ്പം നടത്തിയ സ്നേഹസംഗമം കേരള ഹൈക്കോടതി ജസ്റ്റിസ് PM മനോജ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതം തന്നെ ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തോടൊപ്പം നമ്മൾ മറ്റു ചില പോരാട്ടങ്ങളും നേരിടേണ്ടി വരുന്നു. ചിലത് ചെറുതും വലുതുമാണ്. ചില പോരാട്ടങ്ങൾ നമ്മുടെ വ്യക്തിജീവിതത്തിൽ കൂടുതൽ കരുത്താർജിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അതിൽ അത്തരത്തിലൊരു പോരാട്ടമാണ് നിങ്ങളെല്ലാം അതിജീവിച്ച് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ക്യാൻസറിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും ഭീതിജനകമായ വാർത്തകളുമാണ് ഇന്ന് സമൂഹത്തിൽ പരത്തുന്നത്. നിങ്ങൾക്കെല്ലാം അത്തരം ഒരു തെറ്റിദ്ധാരണ തിരുത്താനും മറ്റുള്ളവർക്കൊരു മാർഗദീപമാകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനത്തിനായി നിങ്ങളെ അറിയിക്കുന്നു. സഹായപൂർവ്വമാകാൻ എനിക്ക് വേദി വിടേണ്ടതുണ്ട്. അതിനാൽ നിങ്ങളെല്ലാം പ്രമാണത്തോടുകൂടി ഞാൻ വേദി വരികയാണ്. രോഗം മൂലം തങ്ങൾ അനുഭവിച്ച വിഷമതകളും അതിനെ മറികടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴുണ്ടായ സന്തോഷങ്ങളും സംഗമത്തിൽ പങ്കെടുത്തവർ പങ്കുവച്ചു. രോഗം മനുഷ്യ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് പറയാം. ആർക്ക് വേണമെങ്കിലും രോഗം വരാം. ഈ നിൽക്കുന്ന എനിക്കും രോഗം വരാം. നാളെ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾക്കും ചികിത്സയ്ക്കും അപ്പുറത്ത് സ്നേഹപൂർണ്ണമായ ഒരു പരിചരണമാണ് രോഗത്തെ തുടച്ചു മാറ്റാൻ കഴിയുന്നതെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തന്നെ നൽകിയിട്ടുള്ള ഒരു സന്ദേശമാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുന്ന ആ വ്യക്തികളെ, ആ രോഗികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് ആത്മവിശ്വാസത്തെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള പ്രേരണ ശക്തിയാകാനും പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനവും സന്തോഷവുമുണ്ട്. സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറിച്ച്മെന്റ് ചെയർപേഴ്സൺ ഡോക്ടർ മേരി അനിത മുഖ്യാതിഥിയായി. ട്രഷറർ KA സെബാസ്റ്റ്യൻ, സെക്രട്ടറി തോമസ് ഔസേഫ്, പരിപാലന മെമ്പർ ജയൻ തയ്യിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അരൂർ. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.